ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 150-ാം ദിവസം സോളമൻ്റെ പ്രാർത്ഥന. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം, സഭാപ്രസംഗൻ്റെ 3, 4, 5 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 6 എന്നിവ വായിക്കുന്നു. സോളമൻ ഉടമ്പടിപ്പേടകം ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതും സോളമൻ നടത്തുന്ന സുദീർഘമായ പ്രാർത്ഥനയുമാണ് ഇന്ന് നാം വായിക്കുന്നത്. സോളമനെ പോലെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കണമേ എന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുട്ടുകൾ മടക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൃപാവരവും ഞങ്ങൾക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കുവാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം. ഉടമ്പടി പേടകം ദേവാലയത്തിൽ. അനന്തരം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഇസ്രായേല്യരുടെ പിതൃഭവനങ്ങളിലെ നേതാക്കന്മാരായ എല്ലാ ഗോത്രത്തലവന്മാരെയും ജെറുസലേമിൽ തൻ്റെ പക്കൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽക്കാരായ ഓരോ പുരുഷനും 7-ാം മാസമായ യഥാനിം മാസത്തിലെ തിരുനാളിൽ സോളമൻ രാജാവിൻ്റെ പക്കൽ സമ്മേളിച്ചു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാം എത്തിയപ്പോൾ പുരോഹിതന്മാർ പേടകമെടുത്തു. കർത്താവിൻ്റെ പേടകവും സമാഗമ കൂടാരവും കൂടാരത്തിലുള്ള സകല വിശുദ്ധോപകരണങ്ങളും അവർ കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരുമാണ് അവ കൊണ്ടുവന്നത്. സോളമൻ രാജാവും അവൻ്റെ അടുക്കൽ സമ്മേളിച്ച ഇസ്രായേൽ സമൂഹം മുഴുവനും അവനോട് ചേർന്ന് പേടകത്തിനു മുമ്പിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു കൊണ്ടിരുന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ ഉടമ്പടി പേടകം തലസ്ഥാനത്തേക്ക്, അതായത് ആലയത്തിൻ്റെ ശ്രീകോവിലിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴിലേക്ക് എത്തിച്ചു. കെരൂബുകൾ പേടകത്തിൻ്റെ സ്ഥാനത്തിനു മീതെ ചിറകുകൾ വിരിച്ചിരുന്നതിനാൽ അവ പേടകത്തെയും അതിൽ തണ്ടുകളെയും മുകളിൽ നിന്ന് മറച്ചിരുന്നു. തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്ന് കാണാമായിരുന്നെങ്കിലും പുറത്ത് ദൃശ്യമായിരുന്നില്ല. അവ ഇന്നുവരെയും അവിടെയുണ്ട്. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൈവം അവരുമായി ഉടമ്പടി ചെയ്ത ഹോറബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച 2 ശിലാഫലകങ്ങളല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. പുരോഹിതന്മാർക്ക് മേഘത്തിൻ്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കാരണം കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് എക്കാലവും വസിക്കാൻ അങ്ങേക്കായി മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. രാജാവ് തിരിഞ്ഞ് ഇസ്രായേൽ സമ്മേളനത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. ഇസ്രായേൽ സമ്മേളനത്തിലുള്ളവർ മുഴുവൻ നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് തൻ്റെ കരങ്ങളാൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എൻ്റെ പിതാവായ ദാവീദിനോട് തൻ്റെ അധരത്തിലൂടെ ഇപ്രകാരം പ്രഖ്യാപിച്ചിരുന്നതാണ്. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നാൾ മുതൽ എൻ്റെ നാമത്തിന് കുടികൊള്ളാനായി എനിക്കൊരാലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളൊന്നിലും നിന്ന് ഒരു നഗരവും ഞാൻ തിരഞ്ഞെടുത്തില്ല. എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് മേലായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ഒരാലയം പണിയുക എന്നത് എൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നാമത്തിനായി ഒരാലയം പണിയാൻ നിൻ്റെ ഹൃദയത്തിൽ അഭിലാഷമുണ്ടായത് നന്നായി.
തീർച്ചയായും അത് നിൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു. എങ്കിലും നീ ആലയം നിർമ്മിക്കുകയില്ല. നിൻ്റെ അരക്കെട്ടിൽ നിന്ന് പുറത്തു വരുന്ന നിൻ്റെ പുത്രനായിരിക്കും എൻ്റെ നാമത്തിന് ആലയം പണിയുന്നത്. കർത്താവ് അരുളി ചെയ്ത എൻ്റെ വചനം അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിനായി ഞാനൊരാലയം നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാനൊരു സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നു. സോളമൻ്റെ പ്രാർത്ഥന. സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ സമ്മേളനം മുഴുവൻ്റെയും സാന്നിധ്യത്തിൽ ആകാശത്തിലേക്ക് കൈത്തലം വിരിച്ചു. അവൻ ഉരുവിട്ടു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന അങ്ങേ ദാസന്മാരോടുള്ള ഉടമ്പടിയും കരുണയും പാലിക്കുന്ന അങ്ങയെപ്പോലെ മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും വേറൊരു ദൈവമില്ല. അങ്ങയുടെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് അങ്ങ് സംസാരിച്ചത് നിറവേറ്റിയിരിക്കുന്നു. അങ്ങയുടെ അധരങ്ങളിലൂടെ അങ്ങ് അരുളി ചെയ്തിരുന്നത് അങ്ങയുടെ കരങ്ങളാൽ ഈ ദിവസം അങ്ങ് പൂർത്തിയാക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് നീ എൻ്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നതിന് തങ്ങളുടെ മാർഗം കാത്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ നിനക്ക് എൻ്റെ മുമ്പിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് അരുളി ചെയ്തിരുന്നത് ഇപ്പോൾ നിറവേറ്റണമേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയുടെ ദാസനും എൻ്റെ പിതാവുമായ ദാവീദിനോട് അങ്ങ് അരുളി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കണമേ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? ഇതാ, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും സാധിക്കുകയില്ല. എങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനമെന്ത്? എന്നാലും എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസൻ ഇന്ന് അങ്ങേ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുന്നതിന് അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും അങ്ങ് മുഖം തിരിക്കണമേ. അങ്ങയുടെ ദാസൻ ഈ സ്ഥലത്തേക്ക് വന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ മഹത്വം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുൾ ചെയ്തുവോ? ആ ആലയത്തിന് നേർക്ക് അങ്ങയുടെ കണ്ണുകൾ രാവും പകലും തുറന്നിരിക്കുന്നതാകട്ടെ. അങ്ങയുടെ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലിലും ഈ സ്ഥലത്തേക്ക് വന്ന് അർത്ഥിക്കുമ്പോൾ അവരുടെ യാചനകൾ ശ്രവിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്ഥലമായ സ്വർഗത്തിൽ അത് കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. ഒരുവൻ തൻ്റെ അയൽക്കാരനോട് തെറ്റ് ചെയ്യുകയും അയാൾ അവനെക്കൊണ്ട് തന്നോട് സത്യം ചെയ്യിക്കാൻ കടപ്പെടുത്തുകയും അവൻ ഈ ആലയത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ വന്ന് ശബ്ദം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് ദുഷ്ടന് അവൻ്റെ മാർഗത്തിനൊത്ത് പ്രതിഫലം നൽകി അവൻ്റെ തലയിൽ തിന്മ വരുത്തുകയും നീതിമാന് അവൻ്റെ നീതിക്കൊത്ത് പ്രതിഫലം നൽകി നീതി നടത്തിക്കൊടുത്തു അങ്ങയുടെ ദാസരോട് വർത്തിക്കുകയും അവരെ ന്യായം വിധിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങേക്കെതിരെ പാപം ചെയ്തതുമൂലം ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയും അങ്ങയുടെ പക്കലേക്ക് തിരിച്ചു വന്ന് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയും കൃപയാചിക്കുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിക്കുകയും അവരുടെ പിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ മണ്ണിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്തതുമൂലം ആകാശമടയുകയും മഴയില്ലാതാവുകയും ചെയ്യുമ്പോൾ അങ്ങ് വരുത്തുന്ന ക്ലേശം മൂലം അവർ ഈ സ്ഥലത്തേക്ക് വന്ന് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവർ നടക്കേണ്ട നല്ല വഴി പഠിപ്പിക്കുകയും അങ്ങയുടെ ജനത്തിന് അവകാശമായി കൊടുത്തിരിക്കുന്ന അങ്ങയുടെ ദേശത്ത് മഴ നൽകുകയും ചെയ്യണമേ. നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ പകർച്ചവ്യാധി, ഉഷ്ണക്കാറ്റ്, പൂപ്പൽ, വെട്ടുക്കിളി, കീടം എന്നിവ ഉണ്ടാവുകയോ ശത്രുക്കൾ ദേശത്തിൻ്റെ നഗരകവാടം വളഞ്ഞതുമൂലമുള്ള വ്യാധിയോ രോഗമോ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അങ്ങയുടെ ജനമായ ഇസ്രായേൽ മുഴുവനുമോ ഏതെങ്കിലും വ്യക്തിയോ മനോവ്യഥ അനുഭവിച്ച് ഈ ഭവനത്തിന് നേരെ കൈത്തലം വിരിച്ച് നടത്തുന്ന ഓരോ പ്രാർത്ഥനയും യാചനയും അങ്ങയുടെ വാസസ്ഥാനമായ സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് ക്ഷമിക്കുകയും ഇടപെടുകയും ഓരോരുത്തർക്കും അവനവൻ്റെ മാർഗങ്ങൾക്കൊത്ത് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് അവൻ്റെ ഹൃദയം അറിയുന്നു. അങ്ങ് മാത്രമാണല്ലോ മനുഷ്യമക്കളുടെ എല്ലാം ഹൃദയം അറിയുന്നത്. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഭൂമുഖത്ത് ജീവിതകാലം അത്രയും
അവൻ അങ്ങയെ ഭയപ്പെടുന്നതിനു വേണ്ടിയാണിത്. അങ്ങയുടെ ജനമായ ഇസ്രായേലിൽപ്പെടാത്ത ഒരു പരദേശിയാണെങ്കിൽ കൂടി അങ്ങയുടെ നാമത്തെ പ്രതി വിദൂര നാട്ടിൽ നിന്ന് വന്ന് അങ്ങയുടെ മഹത്തായ നാമത്തെയും കരുത്തുറ്റ കരത്തെയും നീട്ടിയ ഭുജത്തെയും കുറിച്ച് കേട്ട് ഈ ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥാനമായ സ്വർഗത്തിൽ നിന്ന് ശ്രവിച്ച് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ പരദേശിയോടും വർത്തിക്കണമേ. ഭൂമിയിലെ സകല ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങേ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയെ ഭയപ്പെടാനും ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനുമേൽ അങ്ങയുടെ നാമം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ അറിയുന്നതിനും വേണ്ടിയാണിത്. ഞാൻ അയക്കുന്ന വഴിയിലൂടെ അങ്ങയുടെ ജനം ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കർത്താവിൻ്റെ നേർക്ക്, അതായത് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന പട്ടണത്തിൻ്റെ വഴിയിലോ അങ്ങയുടെ നാമത്തിനായി ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലോ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവർക്ക് ന്യായം നടത്തി കൊടുക്കണമേ. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. അങ്ങ് അവർക്കെതിരെ കോപിച്ച് അവരെ ശത്രുവിന് മുമ്പിൽ വിട്ടുകൊടുക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന നാട്ടിൽ വച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും അകൃത്യം കാണിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു പോയി എന്ന് പറയുകയും തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അങ്ങിലേക്ക് പിന്തിരിഞ്ഞ് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തിൻ്റെ നേർക്ക് അങ്ങ് തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങയുടെ നാമത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങയുടെ വാസസ്ഥാനമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും ശ്രവിച്ച് അവർക്ക് ന്യായം നടത്തി കൊടുക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവർ അങ്ങേക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ. അവരെ തടവിലാക്കി കൊണ്ടുപോയവർ അവരോട് കാരുണ്യം കാണിക്കാത്ത വിധം അങ്ങ് കൃപ നൽകണമേ. ഈജിപ്തിലെ ഇരുമ്പു ചൂളയുടെ നടുവിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവും ആണല്ലോ അവർ. അവർ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവരെ ശ്രവിക്കേണ്ടതിന് അങ്ങയുടെ ദാസൻ്റെ യാചനയിലേക്കും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ യാചനയിലേക്കും അങ്ങയുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നതാകട്ടെ. നാഥനായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരുൾ ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിൽ നിന്ന് അവരെ അങ്ങയുടെ അവകാശമായിരിക്കാൻ അങ്ങ് വേർതിരിച്ചതാണല്ലോ. സോളമൻ കർത്താവിനോട് അർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഈ യാചനയും പൂർത്തിയാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ മുട്ടിന്മേൽ കുമ്പിട്ട് കൈത്തലം ആകാശത്തിലേക്ക് വിരിച്ച് എഴുന്നേറ്റു നിന്നുകൊണ്ട് അവൻ ഇസ്രായേൽ സമ്മേളനത്തെ ആകമാനം ഉച്ചസ്വരത്തിൽ ഇപ്രകാരം ആശീർവദിച്ചു: താൻ അരുൾ ചെയ്തിരുന്നതുപോലെയെല്ലാം സ്വജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. തൻ്റെ ദാസനായ മോശ വഴി താൻ അരുൾ ചെയ്ത സദ്വചനം ഒന്നിലും അവിടുന്ന് വീഴ്ച വരുത്തിയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോടുകൂടെ ആയിരുന്നതുപോലെ നമ്മോടുകൂടെയും ആയിരിക്കട്ടെ. അവിടുന്ന് നമ്മെ പുറന്തള്ളുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അത് നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ പക്കലേക്ക് തിരിക്കാനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ അനുശാസിച്ച തൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ന്യായവിധികളും പാലിക്കാനുമാണ്. അവിടുന്ന് അനുദിന കാര്യങ്ങളിൽ തൻ്റെ ദാസൻ്റെ ന്യായവും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ന്യായവും നടത്തിക്കൊടുക്കുന്നതിന് കർത്തൃസന്നിധിയിൽ ഞാൻ യാചിച്ച ഈ കാര്യങ്ങൾ രാപകൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ സന്നിഹിതമാകട്ടെ. അങ്ങനെ കർത്താവാണ് ദൈവമെന്നും ഒരുവനില്ലെന്നും ഭൂമിയിലെ സർവ്വജനങ്ങളും അറിയട്ടെ. അവിടുത്തെ പ്രമാണങ്ങളിൽ ചരിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനുമായി നിങ്ങളുടെ ഹൃദയം ഇന്നത്തെ പോലെ നമ്മുടെ ദൈവമായ കർത്താവിൽ ഏകാഗ്രമായിരിക്കട്ടെ. ദേവാലയ പ്രതിഷ്ഠ. രാജാവും അവനോടൊപ്പം ഇസ്രായേൽ ജനം മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ ബലിയർപ്പിച്ചു. 20,000 കാളകളെയും 120,000 ആടുകളെയും കർത്താവിനുള്ള സമാധാന ബലികളായി സോളമൻ അർപ്പിച്ചു. അങ്ങനെ രാജാവും ഇസ്രായേല്യർ മുഴുവനും കർത്താവിൻ്റെ ആലയം പ്രതിഷ്ഠിച്ചു. അന്ന് തന്നെ രാജാവ് കർത്താവിൻ്റെ ആലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു. എന്നാൽ അവിടെയാണ് ഹോമയാഗവും ധാന്യയാഗവും
സമാധാന ബലികളുടെ കൊഴുപ്പും അർപ്പിക്കേണ്ടിയിരുന്നത്. കാരണം കർത്താവിൻ്റെ മുമ്പിലുള്ള ഓട്ടുബലിപീഠത്തിന് ഹോമയാഗവും ധാന്യയാഗവും സമാധാന ബലിമൃഗങ്ങളുടെ കൊഴുപ്പും ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. ലബോ ഹമാത്ത് മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ സമ്മേളനത്തോട് ചേർന്ന് സോളമൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ 7 ദിവസം വീതം 14 ദിവസം ഉത്സവം ആഘോഷിച്ചു. 8-ാം ദിവസം അവൻ ജനത്തെ പറഞ്ഞയച്ചു. അവർ രാജാവിനെ പുകഴ്ത്തുകയും തൻ്റെ ദാസനായ ദാവീദിനു വേണ്ടിയും തൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടിയും കർത്താവ് ചെയ്ത സകല നന്മകളെയും കുറിച്ച് ആഹ്ലാദിച്ചും മനം നിറഞ്ഞും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോകുകയും ചെയ്തു. ആ പ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഓരോന്നിനുമുണ്ട് സമയം. ആകാശങ്ങൾക്ക് കീഴെ സകലത്തിനും ഒരു നിശ്ചിത കാലമുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം, നടാനൊരു സമയം, നട്ടത് പറിക്കാനൊരു സമയം, കൊല്ലാനൊരു സമയം, സൗഖ്യമേകാനൊരു സമയം, തകർക്കാനൊരു സമയം, പണിയാനൊരു സമയം, കരയാനൊരു സമയം, ചിരിക്കാനൊരു സമയം, വിലപിക്കാനൊരു സമയം, നൃത്തമാടാനൊരു സമയം, കല്ല് പെറുക്കിക്കളയാനൊരു സമയം, കല്ല് പെറുക്കി കൂട്ടാനൊരു സമയം, ആലിംഗനം ചെയ്യാനൊരു സമയം, ആലിംഗനം ഒഴിവാക്കാനൊരു സമയം, അന്വേഷിക്കാനൊരു സമയം, നഷ്ടപ്പെടുത്താനൊരു സമയം, സൂക്ഷിച്ചു വയ്ക്കാനൊരു സമയം, എറിഞ്ഞു കളയാനൊരു സമയം, വലിച്ചു കീറാനൊരു സമയം, തുന്നിച്ചേർക്കാനൊരു സമയം, മൗനം പാലിക്കാനൊരു സമയം, സംസാരിക്കാനൊരു സമയം, സ്നേഹിക്കാനൊരു സമയം, ദ്വേഷിക്കാനൊരു സമയം, യുദ്ധത്തിൻ്റെ ഒരു സമയം, സമാധാനത്തിൻ്റെ ഒരു സമയം. പ്രവർത്തിയെടുക്കുന്നവന് തൻ്റെ അധ്വാനം കൊണ്ട് എന്തു ഗുണം? മനുഷ്യമക്കളെ ബുദ്ധിമുട്ടിക്കാൻ ദൈവം അവർക്ക് നൽകിയ ജോലി ഞാൻ കണ്ടു. സമസ്തവും അതതിൻ്റെ സമയത്ത് സുന്ദരമായി ദൈവമുണ്ടാക്കി. അവരുടെ അന്തരംഗത്തിൽ അവിടുന്ന് നിത്യത കൂടി നിക്ഷേപിച്ചു. എന്നിട്ടും ദൈവം അത്യന്തം നിർവഹിച്ച പ്രവൃത്തി മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷിക്കുന്നതിനും സ്വജീവിതത്തിൽ നന്മ ചെയ്യുന്നതുമൊഴികെ അവയ്ക്കിടയിൽ നല്ലതായി ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. തിന്നുകയും കുടിക്കുകയും തൻ്റെ എല്ലാ അധ്വാനത്തിലും നന്മ കാണുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് കൂടിയും ഞാൻ മനസ്സിലാക്കി. ദൈവം ചെയ്യുന്നതെല്ലാം ശാശ്വതമായി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ല, അതിൽ നിന്ന് കുറയ്ക്കാനും ഒന്നുമില്ല. തൻ്റെ സാന്നിധ്യം മൂലം ഭയപ്പെടുന്നവയെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഉള്ളതെന്തോ അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. ഉണ്ടാകാനിരിക്കുന്നത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. കടന്നുപോയതിനെ ദൈവം അന്വേഷിക്കുന്നു. ഭാഗധേയ വിഷയം. വീണ്ടും സൂര്യന് കീഴെ ഞാൻ കണ്ടു. ന്യായവിസ്താര സ്ഥലം ദുഷ്ടതയുടെ ഇടമായിരിക്കുന്നു. നീതിപാലന സ്ഥലം ദുഷ്ടൻ്റെ ഇടമായിരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ദൈവം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കും. എല്ലാ കാര്യത്തിനും എല്ലാ ചെയ്തിയെക്കുറിച്ചും അവിടെ ഒരു സമയമുണ്ടല്ലോ. മനുഷ്യമക്കളുടെ കാര്യത്തെപ്പറ്റി ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു. ദൈവം അവരെ പരീക്ഷിക്കാനും അവർ സ്വയം മൃഗങ്ങളാണെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണത്. എന്തെന്നാൽ അവരുടേത് ഒരേ ഭാഗധേയമാണ്. മനുഷ്യമക്കളുടെ ഭാഗധേയവും മൃഗത്തിൻ്റെ ഭാഗധേയവും. ഒന്നിൻ്റെ മരണം എങ്ങനെയോ അങ്ങനെ തന്നെ മറ്റേതിൻ്റെയും മരണം. എല്ലാറ്റിനുമുണ്ട് ഒരേ ശ്വാസം. മൃഗത്തേക്കാൾ മനുഷ്യന് ശ്രേഷ്ഠത ഒന്നുമില്ല. എന്തെന്നാൽ എല്ലാം മിഥ്യയാണ്. എല്ലാം ഒരേ സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. മനുഷ്യമക്കളുടെ അരൂപി മുകളിലേക്ക് കയറുമോ? മൃഗത്തിൻ്റെ അരൂപി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുമോ? ആർക്കറിയാം? എൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കുന്നതിനേക്കാൾ മെച്ചമായി മനുഷ്യന് ഒന്നുമില്ലെന്ന് ഞാൻ കണ്ടു. എന്തെന്നാൽ അതുതന്നെയാണ് അവൻ്റെ ഓഹരി. കാരണം അവന് ശേഷം സംഭവിക്കുന്നത് എന്തെന്ന് കാണാൻ അവനെ ആര് കൊണ്ടുവരാനാണ്? പ്രസംഗൻ്റെ പുസ്തകം 4-ാം അധ്യായം. വീണ്ടും ഞാൻ പിന്തിരിഞ്ഞ് സൂര്യന് കീഴെ നടമാടുന്ന എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. നോക്കൂ, മർദ്ദിതരുടെ കണ്ണുനീർ. അവർക്ക് സമാശ്വാസകനില്ല. അവരുടെ മർദ്ദകരുടെ പക്ഷത്താണ് ശക്തി. അവർക്ക് സമാശ്വാസകനില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഇതിനോടകം മരിച്ചുപോയ മൃതരെ ഞാൻ പ്രകീർത്തിക്കുന്നു. എന്നാൽ ഇരുകൂട്ടരെയും കാൾ മെച്ചം ഇപ്പോഴും ഉണ്ടായിട്ടില്ലാത്തവനാണ്. സൂര്യന് കീഴെ ചെയ്യപ്പെടുന്ന ദുഷ്പ്രവൃത്തി അവൻ കണ്ടിട്ടില്ലല്ലോ. എല്ലാ അധ്വാനത്തെയും വൈദഗ്ധ്യത്തെയും ഞാൻ കണ്ടത് ഒരാൾക്ക് തൻ്റെ അയൽക്കാരനോടുള്ള അസൂയ തന്നെയായ പ്രവൃത്തിയായാണ്. ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ. ഭോഷൻ തൻ്റെ കൈകളും കെട്ടിയിരുന്ന് സ്വന്തം മാംസം ഭക്ഷിക്കുന്നു.
ഇരുമുഷ്ടി നിറയെയുള്ള അധ്വാനത്തെയും പാഴ്വേലയേക്കാൾ ഒരു കൈപ്പത്തി നിറയെയുള്ള സ്വസ്ഥതയാണ് ഉത്തമം. വീണ്ടും ഞാൻ പിന്തിരിഞ്ഞ് സൂര്യന് കീഴെയുള്ള മിഥ്യ കണ്ടു. ഒരുവനുണ്ട്, അവന് പുത്രനോ സഹോദരനോ ആയി രണ്ടാമതൊരാളില്ല. എന്നാൽ അവൻ്റെ അധ്വാനത്തിനൊന്നും അറുതിയില്ല. സമ്പത്താകട്ടെ അവൻ്റെ കണ്ണിന് മതിയാകുന്നുമില്ല. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നതും എൻ്റെ ജീവന് നന്മ നിഷേധിക്കുന്നതും? ഇതും മിഥ്യയും ദുഷ്പ്രയത്നവും തന്നെ. ഒരാളേക്കാൾ രണ്ടുപേരാണ് നല്ലത്. തങ്ങളുടെ അധ്വാനത്തിൽ അവർക്ക് നല്ല വേതനമുണ്ടാകുമല്ലോ. നിശ്ചയമായും അവർ വീഴാനിടയായാൽ ഒരുവൻ തൻ്റെ സുഹൃത്തിനെ ഉയർത്തും. ഏകനായി വീഴുന്നവനും കഷ്ടം. അവനെ ഉയർത്താൻ ഒരു രണ്ടാമനില്ല. മാത്രമല്ല, രണ്ടാളുകളാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് ചൂട് കിട്ടും. ഒരാളാണെങ്കിൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ ഒരുവന് കീഴ്പ്പെടുത്താമെങ്കിലും അവൻ്റെ മുമ്പിൽ രണ്ടുപേർ പിടിച്ചു നിൽക്കും. മുപ്പിരിച്ചരട് എത്ര വേഗം പൊട്ടുകയില്ല. പാവപ്പെട്ടവനും ജ്ഞാനിയുമായ ഒരു യുവാവാണ് ഇനിയും ഉപദേശം സ്വീകരിക്കാൻ അറിയാത്ത വൃദ്ധനും ഭോഷനുമായ രാജാവിനേക്കാൾ മെച്ചം. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ ദരിദ്രനായി ജനിച്ച അവൻ തടവറയിൽ നിന്ന് ഭരിക്കാൻ പുറപ്പെട്ടവനാകാം. അദ്ദേഹത്തിന് പകരം നിൽക്കേണ്ട രണ്ടാം സ്ഥാനക്കാരനായ യുവാവിനോടൊപ്പം സൂര്യന് കീഴെ ചരിക്കുന്ന സകല ജീവികളെയും ഞാൻ കണ്ടു. അവൻ്റെ മുമ്പിലായിരിക്കുന്ന സകലർക്കും, അതായത് സകല ജനത്തിനും പരിധിയുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇനി വരാനിരിക്കുന്നവർ അവനിൽ സന്തുഷ്ടരായിരിക്കില്ല. എന്തെന്നാൽ ഇതുപോലും മിഥ്യയും പാഴ്വേലയുമാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ കാലടികൾ സൂക്ഷിക്കുക. ശ്രവിക്കാനുള്ള അടുത്തു ചെല്ലലാകട്ടെ, അത് ഭോഷന്മാരുടെ ബലിദാനമാകട്ടെ. എന്തെന്നാൽ തിന്മ ചെയ്യുന്നത് അവർ അറിയുന്നേയില്ല. പ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം. ഒരു വാക്ക് ദൈവസമക്ഷം അവതരിപ്പിക്കാൻ നിൻ്റെ അധരത്തിൽ തിടുക്കം കൂട്ടരുത്. നിൻ്റെ ഹൃദയം ധൃതി കൂട്ടുകയും അരുത്. എന്തെന്നാൽ ദൈവം ആകാശങ്ങളിലാണ്, നീയോ ഭൂമിയിലും. അക്കാരണത്താൽ നിൻ്റെ വാക്കുകൾ ചുരുങ്ങിയവയായിരിക്കട്ടെ. എന്തെന്നാൽ ആകുലതയുടെ ആധിക്യത്തിലാണ് സ്വപ്നം വരുന്നത്, വാക്കുകളുടെ ആധിക്യത്തിൽ ഭോഷൻ്റെ സ്വരവും. നീ ദൈവത്തിൻ്റെ ഒരു നേർച്ച നേരിടാനായാൽ അത് നിറവേറ്റാൻ ദൈവത്തിന് ഒരു നേർച്ച നേരാനിടയായാൽ അത് നിറവേറ്റാൻ അമാന്തിക്കരുത്. എന്തെന്നാൽ ഭോഷരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നീ നിറവേറ്റണം. നേർന്നത് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നീ അത് നേരാതിരിക്കുന്നതാണ്. നിൻ്റെ ശരീരത്തെ വഴിതെറ്റിക്കാൻ നിൻ്റെ അധരത്തെ നീ അനുവദിക്കരുത്. അതൊരബദ്ധമായിരുന്നു എന്ന് ദൂതസമക്ഷം നീ പറയാനിടയാകരുത്. എന്തിന് ദൈവം നിൻ്റെ സ്വരത്തെ പ്രതി കോപിക്കുകയും നിൻ്റെ കരങ്ങളുടെ പ്രവൃത്തി നശിപ്പിക്കുകയും ചെയ്യണം? എന്തെന്നാൽ സ്വപ്നങ്ങളേറുമ്പോൾ മിഥ്യകളും വാക്കുകളും ഏറും. ആകയാൽ നീ ദൈവത്തെ പേടിക്കുക. ലാഭനഷ്ടങ്ങൾ. ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നതായും ന്യായവും നീതിയും നിഷേധിക്കപ്പെടുന്നതായും ഒരു പ്രദേശത്ത് നീ കാണുകയാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് നീ വിസ്മയിക്കേണ്ട. കാരണം ഒരധികാരിയെ മേലധികാരി നിരീക്ഷിക്കുന്നുണ്ട്, മേലധികാരികളെ അവർക്കു മേലുള്ളവരും. വയലിൽ കൃഷിയിറക്കുന്ന രാജാവ് തന്നെയാണ് എല്ലാറ്റിലും വെച്ച് ദേശത്തിന് ഉപകാരമാകുന്നത്. വെള്ളിത്തൊട്ട് സ്നേഹിക്കുന്നവനെ വെള്ളിത്തൊട്ട് സംതൃപ്തനാക്കുകയില്ല. ആരാണ് സമൃദ്ധിയെ സ്നേഹിക്കുന്നവൻ? അവനെ ആദായവും സംതൃപ്തനാക്കുകയില്ല. ഇതും മിഥ്യ തന്നെ. വിഭവമേറുമ്പോൾ അത് ഭക്ഷിക്കുന്നവരും ഏറെയാണ്. എന്നാൽ നയനദർശന സുഖമല്ലാതെ അതിൻ്റെ ഉടമസ്ഥർക്ക് എന്ത് പ്രയോജനം? ഭക്ഷിക്കുന്നത് അല്പമായാലും അധികമായാലും പണിക്കാരൻ്റെ നിദ്ര മധുരമാണ്. പണക്കാരനോ സമ്പത്തുണ്ട്, നിദ്രാവിശ്രമം ഒട്ടും തന്നെയില്ല. ഒരു ശോചനീയാവസ്ഥ സൂര്യന് കീഴെ ഉണ്ടെന്ന് ഞാൻ കണ്ടു. കരുതി വയ്ക്കപ്പെടുന്ന സമ്പത്ത് അതിൻ്റെ ഉടമയ്ക്ക് തൻ്റെ തന്നെ ദോഷത്തിനായി ഭവിക്കും. ഒരു മോശം സംരംഭത്തിൽ ആ സമ്പത്ത് നഷ്ടമാകുന്നു. അവൻ ഒരു പുത്രന് പിതാവായപ്പോൾ അവൻ്റെ കൈവശം ഒന്നുമില്ലാതാകുന്നു. തൻ്റെ മാതൃഗർഭത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടതുപോലെ വന്നതുപോലെ തന്നെ പോകേണ്ടതിന് അവൻ നഗ്നനായി പിന്തിരിയും. അവൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒന്നും അവൻ എടുക്കില്ല. ഇതും ശോചനീയാവസ്ഥ തന്നെ. സകല സഖ്യവും വന്നതുപോലെ തന്നെ പോകും. കാറ്റിനായി അധ്വാനിക്കുന്നവന് എന്ത് പ്രയോജനം?
മാത്രമല്ല തൻ്റെ ദിനങ്ങളിലെല്ലാം അവൻ ഇരുട്ടിൽ നിന്ന് ഭക്ഷിക്കും. ഒപ്പം രോഗവും അസന്തുഷ്ടിയും കൊണ്ട് ഏറെ ക്ലേശിക്കും. ഇതാ നല്ലതെന്ന് ഞാൻ കണ്ടത്, ദൈവം ഒരുവന് നൽകിയ ചുരുങ്ങിയ ജീവിത ദിനങ്ങളിൽ സൂര്യന് കീഴെ അവൻ അധ്വാനിക്കുന്ന സകല പ്രയത്നത്തിലും തിന്നാനും കുടിക്കാനും നല്ലത് കാണാനും ഇടയാകുന്നത് അത്യുത്തമം. കാരണം അത് അവൻ്റെ ഓഹരിയാണ്. അതുപോലെ തന്നെ ദൈവം സമ്പത്തും വസ്തുവകകളും നൽകി അവയിൽ നിന്ന് ആഹരിക്കാനും ഓഹരിയെടുക്കാനും അധ്വാനത്തിൽ സന്തോഷിക്കാനും അനുവദിക്കുന്ന സകല മനുഷ്യർക്കും അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ അവൻ തൻ്റെ ജീവിത നാളുകളെക്കുറിച്ച് ഏറെ പരിചിന്തിക്കുന്നില്ല. കാരണം ദൈവം അവൻ്റെ ഹൃദയത്തെ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 6. രോഗാവസ്ഥയിൽ വിലാപം. ഗായക നേതാവിന് തന്ത്രിവാദ്യത്തോടെ അഷ്ടമി രാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം. കർത്താവെ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവെ, എന്നിൽ കനിയണമേ, എന്തെന്നാൽ ഞാൻ തളർന്നിരിക്കുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തെന്നാൽ എൻ്റെ അസ്ഥികൾ അസ്വസ്ഥമായിരിക്കുന്നു, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. അല്ലയോ കർത്താവെ, ഇനിയും എത്ര നാൾ? കർത്താവെ, തിരിച്ചു വരണമേ, എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ അങ്ങയുടെ അനുസ്മരണമില്ലാത്തതിനാൽ പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും? എൻ്റെ വിലാപം മൂലം ഞാൻ തളർന്നു. രാത്രിതോറും ഞാൻ എൻ്റെ മെത്ത കണ്ണീരാൽ നനയ്ക്കുന്നു. എൻ്റെ കിടക്ക കുതിർക്കുന്നു. ദുഃഖത്താൽ എൻ്റെ കണ്ണ് മങ്ങുന്നു. എൻ്റെ എല്ലാ എതിരാളികളാലും അത് ക്ഷയിക്കുന്നു. ദുഷ്കർമ്മികളായ നിങ്ങളെല്ലാം എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്തെന്നാൽ കർത്താവ് എൻ്റെ വിലാപസ്വരം കേട്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ യാചന ശ്രവിച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് അത്യന്തം പരിഭ്രാന്തരാകട്ടെ. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങട്ടെ.